നമസ്കാരം. ഭയങ്കര ചൂട് തന്നെയാണ്. ഈ ചൂടിനൊപ്പം ഭയങ്കര ആവേശത്തിലാണ് നമ്മുടെ ആലപ്പുഴക്കാരെന്ന് പറഞ്ഞാൽ. അങ്ങനെ ആലപ്പുഴക്കാർ ആവേശത്തിലാവുമ്പോൾ അവിടുത്തെ സ്ഥാനാർത്ഥികളുടെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ? അവരും ചൂട് പിടിച്ച് നടക്കുകയാണ്. എല്ലാവരും ജയിക്കാൻ വേണ്ടി തന്നെയാണ് കളത്തിലിറങ്ങിയിരിക്കുന്നത്. അതിനിടയ്ക്ക് കരിമണൽ ഖനനം, രാജസ്ഥാനിലെ രാജ്യസഭാ സീറ്റ് എന്നിങ്ങനെയുള്ള വിവാദങ്ങളും വേറെ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്നു. എന്തായാലും കാത്തിരിക്കുക തന്നെ. ആലപ്പുഴയുടെ ഇപ്പോഴത്തെ അവകാശി തൽക്കാലം എം ആരിഫാണ്. അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ മാനം കാത്ത ഒരേ ഒരു തരി കനലാണ്. ആ കനൽ ലോക്സഭയിൽ എത്ര ആളിക്കത്തി എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. കാര്യം എന്തൊക്കെ പറഞ്ഞാലും ആലപ്പുഴ ബൈപ്പാസ് ആരിഫ് വന്നതിന് ശേഷമാണ് നാട്ടുകാർ കിട്ടിയത് എന്നൊക്കെയാണ് CPM പറഞ്ഞു നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വികസന തുടർച്ചയ്ക്കായി ആരിഫിന് 1 വോട്ട് എന്നാണ് അവർ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് ലോക്സഭയിൽ കനൽ തീയായോ എന്നാണ്. 89% ആരിഫിന്റെ സഭയിലെ ഹാജർ നില. ആരിഫിന് കേന്ദ്രത്തിൽ നിന്ന് അനുവദിച്ച 17 കോടിയിൽ ഇനി എത്ര ബാക്കിയുണ്ടെന്ന് കൂടി നമുക്ക് നോക്കിയാലോ. അതിൽ ഇനി ആകെ ചെലവഴിക്കാനുള്ളത് വെറും 76 ലക്ഷം രൂപ മാത്രമാണ്. ബാക്കിയുള്ള തുകയെല്ലാം മണ്ഡലത്തിൽ എത്തിക്കാൻ ആരിഫിന് കഴിഞ്ഞിട്ടുണ്ട്. കാര്യമൊക്കെ ശരി തന്നെ. ഇനി സഭയിൽ എന്തെങ്കിലും വാ തുറന്ന് സംസാരിച്ചിട്ടുണ്ടോ എന്നുകൂടി നമുക്ക് നോക്കണ്ടേ. 21 ശൂന്യവേള ചർച്ചകൾ ഉണ്ടായിരുന്നു. ചട്ടം 377 പ്രകാരമുള്ള 18 ചർച്ചകളിൽ പങ്കെടുത്തു. പക്ഷേ ചട്ടം 193 പ്രകാരമുള്ള ചർച്ചകളിൽ ഒരെണ്ണത്തിൽ പോലും ആരിഫിന് യാതൊരു പങ്കുമില്ല. പക്ഷേ 244 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. 24 ബജറ്റ് ചർച്ചകളിൽ പങ്കെടുത്തിട്ടുമുണ്ട്. ഒരു MP എന്ന നിലയിലുള്ള സഭയിലെ ആരിഫിന്റെ പ്രവർത്തനം കുഴപ്പമില്ല എന്നാണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ പ്രവർത്തനങ്ങളുടെ ചുവട് പിടിച്ചാണ് ഇത്തവണ മത്സരിക്കാൻ വേണ്ടി ആരിഫ് കളത്തിൽ ഇറങ്ങുന്നത്. ഇനിയിപ്പോൾ എങ്ങനെയുണ്ടായിരുന്ന നമ്മുടെ ആലപ്പുഴ എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഇപ്പം നമുക്ക് നോക്കിയാൽ അരൂർ, ചേർത്തല, ആലപ്പുഴ, അമ്പലപ്പുഴ, ഹരിപ്പാട്, കായംകുളം, കരുനാഗപ്പള്ളി എന്നിവയാണ് ആലപ്പുഴയിലെ നിയമസഭാ മണ്ഡലങ്ങൾ. ഇതിൽ 2 എണ്ണം ഒഴികെ ബാക്കിയുള്ള എല്ലാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിനായിരുന്നു മുൻതൂക്കം. എന്ന് വെച്ചാൽ എല്ലാവരും ഇടതുപക്ഷ MLA മാർ തന്നെയാണ്. ബാക്കിയുള്ളിടത്ത് ഹരിപ്പാട് രമേശ് ചെന്നിത്തലയും കരുനാഗപ്പള്ളിയിൽ CR മഹേഷുമാണ് MLA മാർ, രണ്ടും UDF-കാർ. ആലപ്പുഴക്കാർക്ക് പൊതുവെ ഇടതുപക്ഷത്തോടാണ് ആഭിമുഖ്യമെന്ന് തുടക്കത്തിൽ തോന്നുമെങ്കിലും ഇടതും വലതും മാറി മാറി നിൽക്കുന്ന ഒരു സ്വഭാവമാണ് 77-ന് ശേഷം മണ്ഡലം കാണിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ തവണ MP ആയിരുന്നിട്ടുള്ളത് VM സുധീരനാണ്. 96 മുതൽ 99 വരെയുള്ള കാലത്ത് 3 തവണ VM സുധീരൻ തെരഞ്ഞെടുക്കാനായിരുന്നു, അല്ലെങ്കിൽ VM സുധീരനെ തെരഞ്ഞെടുക്കാനായിരുന്നു ആലപ്പുഴക്കാർക്ക് താല്പര്യം. KC വേണുഗോപാലും വക്കം പുരുഷോത്തമനും ഈ 2 തവണ വീതം തെരഞ്ഞെടുക്കപ്പെട്ടതും ആലപ്പുഴയിൽ നിന്ന് തന്നെ. മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു UDF മണ്ഡലം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. LDF-കാർ ഒന്നിലധികം തവണ ഇവിടെ നിന്ന് അടുപ്പിച്ച് ജയിച്ചിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ഇത്തവണ ചരിത്രം മാറ്റിയെഴുതുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് AM ആരിഫ് മത്സരരംഗത്ത് ഇറങ്ങിയിട്ടുള്ളത്. 2009-ലും 14-ലും ജയിച്ചതിൻ്റെ ആത്മവിശ്വാസമാണ് KC വേണുഗോപാലിനുള്ളത്. ശോഭാ സുരേന്ദ്രനും ഇത്തവണ ആലപ്പുഴയിൽ നിന്ന് വിജയിക്കും എന്നുറപ്പിച്ചാണ് ഇറങ്ങിയിട്ടുള്ളത്. വലിയ ആവേശത്തിലാണ് മുന്നണികളും അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രവർത്തകരും എല്ലാവരും കൂടി ഇങ്ങനെ പോകുമ്പോൾ, അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൻ്റെ കോലാഹലങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പൊതുവെ BJPക്ക് കാര്യമായി ഒന്നും ചെയ്യാനില്ലാതിരുന്ന ഒരു മണ്ഡലമായിട്ടാണ് ഈ ആലപ്പുഴയെ നമുക്ക് കാണുന്നത്. പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടെ, അതായത് 2019-ലെ തെരഞ്ഞെടുപ്പോടെ കാര്യങ്ങളൊക്കെ ഒന്ന് മാറി മറിഞ്ഞു. അന്ന് മത്സരിച്ച ഡോക്ടർ KS രാധാകൃഷ്ണൻ 17% വോട്ടാണ് അന്ന് പിടിച്ചു മാറ്റിയത്. ഏതാണ്ട് 1,80,000-ൽ പരം വോട്ടുകൾ. LDF-നും UDF-നും അത് കാര്യമായി തന്നെ ദോഷം ചെയ്തു എന്ന് പറയുന്നതാവും ശരി. കാര്യം UDF-ൽ നിന്ന് ഒലിച്ചത് 6%-ലധികം വോട്ടുകളാണ്. LDF-ൽ നിന്ന് പോയത് 3%-ലധികവും. ഇതോടെ BJPക്ക് കൂടി പ്രതീക്ഷയുള്ള മണ്ഡലമായി ആലപ്പുഴ മാറിയെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. അതുകൊണ്ടാണ് ഇത്തവണ BJP ശോഭാ സുരേന്ദ്രനെ തന്നെ ആലപ്പുഴയിൽ ഇറക്കിയതെന്ന് തോന്നുന്നു. പൊതുവെ ഇവിടെ രാഷ്ട്രീയം മാത്രമാണ്, പിന്നെ വികസനവും ചർച്ചയാകാറുണ്ട്. മറ്റു കാര്യങ്ങൾക്കൊന്നും പൊതുവിൽ ആലപ്പുഴക്കാർ ചെവി കൊടുക്കാറില്ല എന്നാണ് അർത്ഥം. ഇതിനിടയിലാണ് തുടക്കത്തിൽ KCക്കെതിരെ രാജസ്ഥാനിലെ രാജ്യസഭാ സീറ്റും അതിൻ്റെ പ്രശ്നങ്ങളും പൊക്കിയെടുത്തുകൊണ്ട് CPM വന്നത്. ആലപ്പുഴയിൽ ജയിച്ചാൽ പിന്നെ KCയുടെ രാജ്യസഭാ സീറ്റ് പോകുമെന്നും അത് പോയാൽ പിന്നെ കോൺഗ്രസിന് ഒരു MP കുറയുമെന്നും അത് BJPയെ സഹായിക്കാനാണ് എന്നൊക്കെയായിരുന്നു CPM ഉയർത്തിയ വാദം. അതായത് രാജ്യസഭയിൽ കോൺഗ്രസിന്റെ ഒരു പ്രാതിനിധ്യം കൂടി കുറയുന്നു. അപ്പോൾ അവിടേക്ക് അത് സ്വാഭാവികമായും അത് BJPയുടെ രാജ്യസഭാ സീറ്റായി മാറുന്നു. അപ്പം രാജ്യസഭയിലും BJPക്ക് പ്രാതിനിധ്യം കൂടാൻ കാരണമായി തീരും. ഇതിനു വേണ്ടിയിട്ടുള്ള സഹായമാണ് KCയെ ആലപ്പുഴയിൽ മത്സരിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു വാദം ഇവിടുത്തെ CPM ഉയർത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ പണിക്ക് മറുപണി ആയിട്ട് ആരിഫിനെതിരെ ശക്തമായൊരു ആയുധം കോൺഗ്രസിന് കിട്ടിയില്ല
എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും പക്ഷേ മാസപ്പടി വിവാദവും ഇപ്പോഴത്തെ പാനൂർ സംഭവവും ഒരു പക്ഷേ ഇവിടെ ചർച്ചയാവാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല, CPM ആലപ്പുഴ ഘടകത്തിലാണ് ഏറ്റവും അധികം വിഭാഗീയതയുള്ളത്. കായംകുളം MSM കോളേജുമായി ബന്ധപ്പെട്ടും കായംകുളം ഏരിയ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടും കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾ ഒരു വിഭാഗീയത സൂചിപ്പിക്കുന്നത് തന്നെയാണ്. പലപ്പോഴും മുതിർന്ന നേതാവ് G. സുധാകരന് എതിരായി പോലും ആരിഫ് പല പ്രസ്താവനകളും നടത്തിയിരുന്നതും ഇപ്പോൾ ചർച്ചയായി തുടങ്ങിയിട്ടുണ്ട്. കൂടാതെ കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷം കെട്ടുഘോഷിച്ചുകൊണ്ട് നടത്തിയ പെൻഷൻ വിതരണവും ഒരു സർക്കാർ വിരുദ്ധ തരംഗം ഉണ്ടാക്കിയിട്ടുണ്ട്. കാര്യം അതെല്ലാം മുടങ്ങിയില്ല കുറച്ച് നാളായിട്ട്. ഇതൊക്കെയും ഫലപ്രദമായി ഉപയോഗിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഒരു ലക്ഷ്യം. കരുനാഗപ്പള്ളി, കായംകുളം തുടങ്ങിയ മേഖലകളിലെ തീരദേശ വോട്ടും ഇത്തവണത്തെ വിജയിപ്പിക്കുന്ന അല്ലെങ്കിൽ വിജയത്തിന് ഒരു സാധ്യതയേറുന്ന ഘടകങ്ങളാണ്. ഈ മേഖലകളിൽ കൂടുതൽ സ്വാധീനം ചെലുത്താനുള്ള നോട്ടത്തിലാണ് അല്ലെങ്കിൽ ഓട്ടത്തിലാണ് മൂന്ന് മുന്നണികളും നമുക്ക് പറയേണ്ടി വരും. ഇതിനിടയ്ക്ക് KCക്കെതിരായി കരിമണൽ ഖനന വിവാദം ഉയർത്തിക്കൊണ്ടുവരാൻ ശോഭാ സുരേന്ദ്രൻ കാണിക്കുന്ന വ്യഗ്രത തീരദേശ വോട്ട് മാത്രം ലക്ഷ്യമിട്ടുള്ളതാണ് എന്ന് നമുക്ക് ഒറ്റ അടിക്ക് പറയേണ്ടി വരും. KC ഖനനക്കാരിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടുണ്ടെന്നുമൊക്കെയുള്ള വിവാദ പ്രസ്താവനകളും അതിനെ അന്വേഷണം വേണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ശോഭാ സുരേന്ദ്രൻ തീരദേശ മേഖലയെ വരുതിക്ക് വരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ വിജയം ഉറപ്പാക്കാം എന്ന് തന്നെയാണ് BJPയുടെ ശോഭാ സുരേന്ദ്രൻ കരുതുന്നത്. അതോടൊപ്പം സ്ത്രീകൾക്കിടയിൽ അവരുടെ വോട്ട് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും ശോഭാ സുരേന്ദ്രൻ നടത്തി വരുന്നുണ്ട്. സ്ത്രീകൾക്കിടയിൽ ഒരുപാട് തവണ ഇപ്പോൾ സന്ദർശനം നടത്തുകയും അവരുടെ കാര്യങ്ങളിലൊക്കെ കാര്യക്ഷമമായ ഒരു ഇടപെടൽ നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. തുടക്കത്തിലുള്ള കൗതുകമൊക്കെ വിട്ടുമാറി ഏത് മേഖലയിലും പ്രവർത്തിക്കാനുള്ള സന്നദ്ധത ശോഭാ സുരേന്ദ്രന് ഉള്ളതുകൊണ്ട് തന്നെ ഒരു സ്വീകാര്യത സൃഷ്ടിക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം വളരെ സത്യമാണ് നമുക്ക് തോന്നും. പക്ഷെ അത് വോട്ടായി മാറുമോ എന്നുള്ളതും ശങ്കിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷെ BJPക്ക് വിജയസാധ്യതയുള്ള ഒരു മണ്ഡലമായി തന്നെയാണ് ആലപ്പുഴ ഇപ്പോൾ അവർ കണക്ക് കൂട്ടുന്നത്. അതേസമയം കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ പ്രവർത്തനം മുൻനിർത്തിയാണ് ആരിഫ് പ്രചരണ രംഗത്തുള്ളത്. രാഷ്ട്രീയവും വികസനവുമാണ് ആരിഫ് ചർച്ച ചെയ്യുന്നതും. ആലപ്പുഴ ബൈപ്പാസ്, റെയിൽവേ സ്റ്റേഷൻ വികസനം തുടങ്ങിയ കാര്യങ്ങളിലും, അതായത് ആലപ്പുഴ കായംകുളം റെയിൽവേ സ്റ്റേഷൻ്റെയൊക്കെ വികസനങ്ങൾ, ഈ തുടങ്ങിയ കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആരിഫിന് കഴിയുന്നുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. പൊതുവെ സംസ്ഥാന സർക്കാരിന്റെ വിധിയെഴുത്തായി ഒരു ഘട്ടത്തിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാറിയിട്ടില്ല എന്നാണ് ഇതുവരെയുള്ള ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വളരെയധികം സാധ്യതകളായിരുന്നു നിലവിലുണ്ടായിരുന്നത്. ശബരിമലയിലെ വിധിക്ക് എതിരായി എടുത്ത സമരത്തിന്റെ കാലത്ത് പോലും നേട്ടമുണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല. അന്ന് രാഹുൽ ഗാന്ധിയെ അവതരിപ്പിച്ചുകൊണ്ട് അതിനെ കോൺഗ്രസ് നേരിടുകയായിരുന്നു. ഇത്തവണ പക്ഷേ അത്തരത്തിലൊരു വിഷയം കത്തിക്കാൻ UDFന്, അതായത് ഈ രാഹുൽ ഗാന്ധി തരംഗം കത്തിക്കാൻ UDFന് കഴിയുമോ എന്നുള്ള കാര്യത്തിലും അവർക്ക് തന്നെ ഇപ്പോൾ സംശയമുണ്ട്. പക്ഷേ ആലപ്പുഴയിലേക്കുള്ള KCയുടെ വരവ് സത്യത്തിൽ പ്രവർത്തകർക്കിടയിൽ വലിയൊരു ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഒരു കാര്യം ആലപ്പുഴയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ സംഗതി കടുക്കും എന്ന് തന്നെയാണ്. ഒരു ഈസി വാക്ക് ഓവർ ഒരു കക്ഷിക്കും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഇവിടെയില്ല. നിലവിലുള്ള സാഹചര്യം പരിശോധിക്കുമ്പോൾ ഏറെക്കാലത്തിന് ശേഷം ആലപ്പുഴയിലേക്ക് മടങ്ങി വന്ന KCക്ക് ഒപ്പം ആലപ്പുഴക്കാർ നിൽക്കാനുള്ള സാധ്യതയാണ് തെളിയുന്നത്.